പെരിയ കേസിൽ 10 പ്രതികൾ കുറ്റവിമുക്തരായിരിക്കുന്നു. 14 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. പെരിയ കേസിൽ 2 ചെറുപ്പക്കാരെ രാഷ്ട്രീയ വിദ്വേഷം കൊണ്ട് കൊലപ്പെടുത്തിയ കേസിൽ നിർണായകമായ വിധിയാണ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. പെരിയ കേസിൽ 14 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. ഷബന. സനീഷ്, ഇപ്പോൾ ഇതിൽ നിർണായകമായ വിധി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ആദ്യ പ്രതികളായ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റമായിരുന്നു ചുമത്തിയിരുന്നത്. അവർക്കെതിരെയുള്ള കൊലക്കുറ്റം തെളിഞ്ഞു എന്ന നിർണായകമായ വിധി CBI കോടതിയിൽ നിന്ന് എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ 10 പേർ കുറ്റക്കാരല്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. CBI അന്വേഷിച്ച 24 പേരെ പ്രതി ചേർത്തിരുന്നു. ഇതിൽ 10 പേർ കുറ്റക്കാരല്ല, ബാക്കി 14 പേർ കുറ്റക്കാരാണ് എന്ന് കോടതി കുറ്റം തെളിഞ്ഞിരിക്കുന്നു. ഇവർക്കെതിരെയുള്ള കുറ്റം തെളിഞ്ഞിരിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് 20-ാം പ്രതിയായിരുന്നു മുൻ MLA ആയ KV കുഞ്ഞികൃഷ്ണ. അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് എത്തുന്നത്. ഏതായാലും 14 പ്രതികൾ കുറ്റക്കാരാണ്. അതായത് P. പീതാംബരൻ ഉൾപ്പെടെയുള്ള ആളുകൾ കുറ്റക്കാരാണ്. ഇവർക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞിരിക്കുന്നു എന്ന നിർണായക വിധി കൊച്ചി CBI കോടതിയിൽ നിന്ന് എത്തിയിരിക്കുന്നു. ഇത് കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ ഈ കേസിൽ നമുക്കറിയാം ആദ്യഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് 14 പേരെ KV കുഞ്ഞിരാമനും കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഈ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്ന പ്രതികളിൽ രാഷ്ട്രീയ സ്വാധീനമുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ പദവികളിലിരിക്കുന്ന ആളുകൾ കൂടെ ഉണ്ട്, അല്ലേ? തീർച്ചയായും. കാരണം ഈ 20-ാം പ്രതിയായിരുന്നു KV കുഞ്ഞിരാമൻ. അദ്ദേഹത്തെയും ഇപ്പോൾ കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. എന്നാൽ മറ്റ് പ്രതികൾ ഈ 9 മുതൽ 19 വരെയുള്ള പ്രതികളും 23, 24 പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന 23, 24 പ്രതികളും കുറ്റക്കാരല്ല എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 20-ാം പ്രതിയായ KV കുഞ്ഞിരാമൻ കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു. ഈ KV കുഞ്ഞിരാമനെ CBI അന്വേഷിച്ചപ്പോഴാണ് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തി പ്രതി ചേർത്തിരുന്നത്. ആദ്യഘട്ടത്തിൽ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. P. പീതാംബരൻ ഉൾപ്പെടെയുള്ള 14 പേരെയായിരുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അതിനുശേഷം CBI കേസ് ഏറ്റെടുത്തതിന് ശേഷമാണ് ഈ KV കുഞ്ഞിരാമൻ അടക്കമുള്ളവരെ പ്രതി ചേർത്തത്. ഏതായാലും ഇവർ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇവർക്കുള്ള ശിക്ഷാവിധി കോടതി വിധിക്കും. ഏതായാലും ഇപ്പോൾ ഇവരെ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുകയും 10 പേരെ വെറുതെ വിടുകയും ചെയ്തിരിക്കുന്നു. ഷബന, അതോടൊപ്പം ഈ ആദ്യഘട്ടത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തോട് കുടുംബത്തിന് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. അത്തരത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോൾ പ്രതി ചേർത്ത ആളുകൾ തന്നെയാണ് ഇപ്പോൾ പ്രതിപട്ടികയിൽ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയതിൽ ഭൂരിഭാഗവും ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്ത ആളുകൾ തന്നെയാണ്. അതിന് പിന്നാലെ CBI പ്രതി ചേർത്ത ആളുകളിൽ നിന്നാണ് കൂടുതൽ ആളുകളും കുറ്റവിമുക്തരായത് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ക്രൈംബ്രാഞ്ചും ആ തരത്തിൽ തന്നെ അന്വേഷണം ആദ്യഘട്ടത്തിൽ കൊണ്ടുപോയി എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനാവില്ലേ? തീർച്ചയായും. കാരണം ആദ്യഘട്ടത്തിൽ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ യാതൊരു അപാകതയും ഇല്ല എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നു. വാർത്തകൾ മാത്രമല്ല, സർക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കോടതിയിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. 14 പേരെ കൃത്യമായി ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്തിട്ടുണ്ട്. കൃത്യമായി ഇതിൽ പങ്കെടുത്ത കൊലക്കുറ്റം ഉൾപ്പെടെ 8 പേർക്കെതിരെ കൊലക്കുറ്റം, ബാക്കിയുള്ളവർക്ക് ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, അതോടൊപ്പം തന്നെ ഈ പ്രതികളെ സഹായിക്കൽ, പ്രതികളെ രക്ഷപ്പെടാൻ സഹായിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ചുമത്തി 14 പേർക്കെതിരെ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിരുന്നു. ഈ കുറ്റപത്രം കോടതി അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും പ്രധാനപ്പെട്ട വിധിയാണ് വന്നിരിക്കുന്നത്. പെരിയ കേസിൽ സുപ്രധാനമായിട്ടുള്ള വിധി കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നു. 14 പ്രതികൾ കുറ്റക്കാരാണ് എന്നാണ്. ഉദുമ മുൻ MLA-യും CPIM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്ന KV കുഞ്ഞിരാമൻ അടക്കമുള്ള ആളുകൾ ഈ കുറ്റവാളികളാണ്, ഈ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത്. 21, 23 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന 2 ചെറുപ്പക്കാരെ അതിക്രൂരമായ തോതിൽ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന അതിനിർണായകമായിട്ടുള്ള വിധിയാണ് കോടതിയുടെ ഭാഗത്തുനിന്ന്, കൊച്ചിയിലെ പ്രത്യേക CBI കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. വലിയ രാഷ്ട്രീയ കോളിളക്കം നാട്ടിൽ സൃഷ്ടിച്ച, വലിയ ഞെട്ടൽ ആകപ്പാടെ കേരളത്തിലാകെ തന്നെയും ഉണ്ടാക്കിയ ഈ സംഭവം ശരത്, കൃപേഷ് ലാൽ എന്നീ 2 ചെറുപ്പക്കാരെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. രാഷ്ട്രീയ വിരോധം വെച്ച് ഈ CPM പ്രവർത്തകർ എന്നതാണ് ഈ കേസ്. അതിനകത്ത് ഉദുമ മുൻ MLA എന്ന പ്രധാനപ്പെട്ട പദവിയിലിരുന്ന CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്ന KV കുഞ്ഞിരാമൻ തന്നെയും പ്രതിയാണ്. CPIM-ന്റെ ജില്ലാ ഘടകത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ കൊലപാതകത്തിൽ പങ്കാളികളും ആസൂത്രണം നടത്തുകയും ചെയ്തു എന്നതായിരുന്നു അക്കാലത്ത് ഇക്കാര്യത്തെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾക്കും മറ്റും വിധേയമാക്കിയിരുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടി നേരത്തെ തന്നെ TP ചന്ദ്രശേഖരൻ കൊലപാതകം രാഷ്ട്രീയ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കഥകൾ നേരത്തെ വേറെയും കേരളത്തിന് പറയാനുള്ളതുണ്ടായിരുന്നു. പക്ഷേ 2 ചെറുപ്പക്കാരെ അതിനിഷ്ഠൂരമായ തോതിൽ കൊലപ്പെടുത്തിയ ഈ സംഭവം അങ്ങേയറ്റം വലിയ സങ്കടകരമായ സാഹചര്യമാണ്, അല്ലെങ്കിൽ വലിയ പ്രതിഷേധമാണ് നാട്ടിലാകെ ഉണ്ടാക്കിയത്. ഇപ്പോൾ കൊച്ചിയിലെ CBI പ്രത്യേക കോടതി
ഈ വിധി പറഞ്ഞിരിക്കുകയാണ്. 14 പേരും, അതായത് അതിനകത്ത് ഉദുമ മുൻ MLA-യും CPIM-ന്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്ന KV കുഞ്ഞിരാമൻ അടക്കമുള്ള ആളുകളുണ്ട്. രാഷ്ട്രീയമായിട്ട് വലിയ പ്രത്യേകതയുള്ള ഈ വിധിയുടെ വിശദാംശങ്ങൾ എന്താണ് ഷബന? സനീഷ്, ഇപ്പോൾ കോടതിയിൽ നിന്നും കുറ്റക്കാരാണ് എന്ന് മാത്രമാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഇവരുടെ ശിക്ഷ കുറച്ച് സമയത്തിന് ശേഷം മാത്രമായിരിക്കും കോടതി വിധിക്കുക. ഇപ്പോഴേതായാലും ആദ്യഘട്ടത്തിൽ ഇവർ കുറ്റക്കാരാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്ക് ആ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയ ആളുകളുടെ വിശദാംശങ്ങളിലേക്ക് വരാം. ഇതിലെ ഒന്നാം പ്രതിയായ പീതാംബരൻ അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരുന്നത് കൊലപാതകം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്ന കുറ്റമായിരുന്നു. അതോടൊപ്പം തന്നെ സജി ജോർജ് കൊലപാതകം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ. മൂന്നാം പ്രതി സുരേഷ് ഇതേ സമാനമായ കുറ്റകൃത്യം തന്നെ. നാലാം പ്രതിയായ അനിൽകുമാർ ഇത് കൊലപാതകവും ഗൂഢാലോചനയും തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കുറ്റം. ജിജിൻ, അതുപോലെ ശ്രീരാഗ്, അശ്വിൻ, സുബീഷ്, രഞ്ജിത്ത് ഈ പ്രതികളെ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ 20-ാം പ്രതിയായ KV കുഞ്ഞിരാമൻ, മുൻ MLA-യും CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്ന KV കുഞ്ഞിരാമനെയും ഇതിൽ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. KV കുഞ്ഞിരാമനെതിരെ ചുമത്തിയിരുന്നത് ഈ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നതായിരുന്നു കുറ്റം. ഗൂഢാലോചനയിലോ മറ്റു കുറ്റകൃത്യങ്ങളിലോ പങ്കാളിയാണ് എന്ന് ഈ ex-MLA-ക്കെതിരെ കുറ്റകൃത്യം ഉണ്ടായിരുന്നില്ല. പ്രതികളെ രക്ഷപ്പെടുത്തി എന്ന കുറ്റകൃത്യത്തിനാണ് ഇപ്പോൾ പ്രതിപട്ടികയിൽ CBI ഉൾപ്പെടുത്തുകയും ഈ കോടതി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്.